എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം. ഞാൻ അഭിരാമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈസ് ലോ ഓഫ് അട്രാക്ഷൻ സ്കാം ഓർ റിയൽ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് കോഴ്സസ് പലരും നമ്മളെ സമീപിക്കുന്നു, ഇങ്ങനെ ഒരു കോഴ്സ് 21 ദിവസത്തേക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ലോ ഓഫ് അട്രാക്ഷൻ, നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ഇതെല്ലാം കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും അത് പരിചിതമല്ലേ, ഈ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ അല്ലേ? ആ, അതെ അതെ സർ. അതെ അതെ. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കിപ്പം എനിക്ക് തന്നെ എന്റെ മൊബൈൽ വാട്സാപ്പിലൊക്കെ ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. ഇങ്ങനെ 21 ദിവസത്തെ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് ഉണ്ട്, മാനിഫെസ്റ്റേഷൻ കോഴ്സ് ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട്? ഇത് സത്യമാണോ? സത്യമായ ഒരു ശാസ്ത്രമാണോ? അതോ അത് വെറും തട്ടിപ്പാണോ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ പലർക്കും ഉണ്ട്. എന്നോട് പലരും സംസാരിച്ചു നിന്നപ്പോൾ അവരും ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഉള്ളതാ? ഞാൻ പറയുമ്പോൾ അവർ പറയും ഇതൊക്കെ വെറുതെ ചുമ്മാ പറയുന്നതാ, ഇത് അങ്ങനെയൊന്നും ഇല്ലെന്ന്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്കിന്ന് വിശദമായിട്ട് നോക്കാം. അപ്പൊ ഈ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നമ്മൾ നിരന്തരമായി വിശ്വസിക്കുന്നത്, ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും എന്നാണ് പറയുന്നത്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ പോസിറ്റീവായിട്ടൊരു കാര്യം, ഇപ്പൊ നമ്മുടെ സന്തോഷം, വിജയം, അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ മറിച്ച് നെഗറ്റീവായിട്ട് പേടി, അത് നടക്കുമോ, നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നൊരു സെൽഫ് ഡൗട്ട്, അതൊക്കെയാണ് നമ്മൾ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ വിശദമായി പറയുന്നത്. അപ്പോൾ ഇതില് ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ, നമ്മൾ സയന്റിഫിക് സൈഡിൽ നോക്കുകയാണെങ്കിൽ, ഇതിൽ പറയുന്നത് നമ്മുടെ വികാരങ്ങൾക്കും ചിന്തകൾക്കും ഒരു എനർജി ഫ്രീക്വൻസി ഉണ്ടെന്നാണ്, ഒരു വൈബ്രേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സയന്റിഫിക്കലി അത് പ്രൂവ് ചെയ്തിട്ടില്ല അങ്ങനെ. കാരണം നമ്മുടെ ചിന്തകൾക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട് അല്ലെങ്കിൽ ഒരു എനർജി ഉണ്ടെന്ന കാര്യം സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷേ സൈക്കോളജിക്കലി നോക്കുമ്പോൾ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ശരിയാണ്. ഇതിൽ പറയുന്ന പല കാര്യം, നമ്മൾ നിരന്തരമായി ചിന്തിക്കുന്നത് നമ്മളിൽ എത്തിച്ചേരും. പിന്നെ നമ്മുടെ ചിന്തകൾക്കൊരു ഫ്രീക്വൻസി ഉണ്ട്, അതിനൊരു എനർജി ഉണ്ട് എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും സൈക്കോളജിക്കലി ഇതിലെ ബേസിക് പ്രിൻസിപ്പിൾസ് എല്ലാം ശരിവെക്കുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്, ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പല ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന രീതിയിലല്ല, പക്ഷെ അവർ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും, ഇപ്പം ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നമ്മുടെ എല്ലാം ഇന്ത്യൻ മിസൈൽമാൻ ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ ബഹുമാനിക്കുന്ന നമ്മുടെ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ പ്രപഞ്ചം നിങ്ങളോട് കൂടിയുണ്ട്. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. എന്തിന്? നമ്മുടെ സ്വപ്നത്തിനും വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ അത് നടത്തിത്തരാൻ ഈ മുഴുവൻ പ്രപഞ്ചവും നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മുടെ കലാം സാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് ലോ ഓഫ് അട്രാക്ഷൻ ആണ് അല്ലെങ്കിൽ ഇത് മാനിഫെസ്റ്റേഷൻ ആണ് എന്നൊന്നും അല്ല പറഞ്ഞത്. കലാം സാർ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഈ പ്രപഞ്ചം മൊത്തമുണ്ട്. നിങ്ങൾക്ക് കൃത്യമായ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ, അതിന് ആത്മാർത്ഥമായി നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെയാണ് പൗലോ കൗലോയുടേത് ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ, നിങ്ങൾ തീവ്രമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം നിങ്ങളോട് കൂടെ നിന്ന് അത് നേടിത്തരും എന്ന് അതിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹവും പറഞ്ഞിട്ടില്ല ഇത് ലോ ഓഫ് അട്രാക്ഷൻ ആണ്, മാനിഫെസ്റ്റേഷൻ ആണെന്നില്ല. പക്ഷെ അവരതെല്ലാം പറയുന്നുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് എഫക്റ്റ് വരുന്നത്. മൈൻഡ് സെറ്റ് എഫക്ട്, നമ്മൾ നിരന്തരമായി എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നുവോ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിൽ രൂപപ്പെടുന്നത്. കാരണം നമ്മുടെ ഈ പ്രവർത്തനം, നമ്മളെ ചിന്തകൾ നമ്മളെ പ്രവൃത്തിയെ നന്നായി സ്വാധീനിക്കുന്നുണ്ട്. അതിൽ ഒരു ഉദാഹരണം, നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു ഉദാഹരണം തന്നെ പറയാം. നമ്മൾ ഈ പണ്ട് കൊച്ചു കാലത്ത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഓർക്കാറുണ്ടോ? നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിലും പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, ടെൻഷനും പേടിയും ഒക്കെ കാണും. നന്നായി പഠിച്ചിട്ടുണ്ട്, എല്ലാ പോർഷൻസും കവർ ചെയ്തു, എന്നാലും ഒരു പേടി, ടെൻഷൻ. അപ്പൊ ആ സമയത്ത് നമ്മുടെ അമ്മ വന്നിട്ട് നമ്മളെ ആശ്വസിപ്പിക്കുകയാണ്, പേടിക്കണ്ട, നീ പഠിച്ചതില്ലേ, എന്തായാലും നിനക്ക് എഴുതാൻ പറ്റും, നന്നായി എഴുതാൻ പറ്റും, നല്ല മാർക്ക് കിട്ടും, ഈ മാർക്ക് അല്പം കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അത് വേറെ, ഞാൻ അങ്ങനെ വഴക്ക് പറയാനൊന്നും പോണില്ല. അവിടെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അധ്യാപകർ പറയും,
അത് പരീക്ഷയ്ക്ക് എളുപ്പമായിരിക്കും, നീ പേടിക്കണ്ട, ധൈര്യമായിട്ട് കയറി. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊരു പോസിറ്റീവ് പോസിറ്റീവ്നെസ് വരും, ഒരു പോസിറ്റീവ് ചിന്ത വരും. അപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് കയറുന്നു, നാച്ചുറലി എന്താ പറയുക, കുറച്ച് കോൺഫിഡൻസ് വന്നിട്ട് നമ്മളത് ഭയങ്കര ധൈര്യമായിട്ട് എഴുതും. അവിടെ നമ്മൾ ചിന്തകളെ പ്രവൃത്തി സ്വാധീനിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ ഇവരെല്ലാം മോട്ടിവേറ്റ് ചെയ്തത് വഴി നമുക്ക് പറ്റും, നമ്മൾക്ക് എളുപ്പമായിരിക്കും എന്നൊരു ചിന്താഗതി ഉണ്ടായിട്ട് അവിടെ അതുപോലെ പ്രവർത്തിച്ചു. പക്ഷെ തിരിച്ച് നമ്മൾ വീണ്ടും പേടിച്ച് പേടിച്ച് ടെൻഷൻ അടിച്ചൊക്കെ പോവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? എന്തായാലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നുപോകും, അവിടെ ചെല്ലുമ്പം എഴുതാനും സാധിക്കത്തില്ല. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതാണ് ഈ മൈൻഡ് സെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ നിരന്തരം ചിന്തിക്കുന്നത്, ആ ചിന്തയാണ് നമ്മുടെ പ്രവൃത്തിയെ സ്വാധീനിക്കുന്നത്. അത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. അപ്പോൾ ഇപ്പൊ ഞാൻ നടത്തിയ ഒരു അന്വേഷണം, അല്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് തന്നെയാണ്. വേറെ ഒന്നുമല്ല, നമ്മളെ സെൽഫ് കോൺഫിഡൻസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നമ്മൾ ഇപ്പം ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് പറയുന്നത്? നമ്മൾ പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് പറ്റും, നമ്മളത് ചെയ്യും. അത് സെൽഫ് കോൺഫിഡൻസ് ആണ് അവിടെ പറയുന്നത്, ലോ ഓഫ് അട്രാക്ഷനിൽ വരുന്നത്. ഇതിൽ നമുക്ക് റാസ് റാസ് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ്, നമ്മളെ ബ്രെയിനിന്റെ ഒരു പാർട്ടാണ് റാസ് എന്ന് പറഞ്ഞ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. നമ്മളെ ബ്രെയിനിന്റെ ഒരു ഫിൽട്ടർ സിസ്റ്റമാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ ഈ റാസ് എന്ന് പറഞ്ഞ ബ്രെയിനിന്റെ പാർട്ട് ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട അവസരങ്ങളെ കണ്ടുപിടിക്കും. നമ്മുടെ ചുറ്റും നമ്മുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കുന്നത് ഈ റാസാണ്. അതാണ് നമ്മൾ പറയുന്നത്, നമ്മളൊരു ലക്ഷ്യം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ മുമ്പിൽ ചിലപ്പോൾ നമ്മളൊരു കാർ വാങ്ങണം, അപ്പോൾ ഇന്ന കളറിലെ ഇന്ന കാർ വാങ്ങണം എന്നൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നമുക്ക് അനുഭവപ്പെടാൻ പറ്റും, നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ സെയിം കളർ സെയിം വണ്ടി നമ്മൾ മുമ്പിൽ കൂടെ കുറേ എണ്ണം ഇങ്ങനെ പോകും. നമ്മളത് ശ്രദ്ധിച്ചില്ലേ? എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ നിങ്ങളെല്ലാവരും? ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു. കാരണം നമ്മളൊരു കാര്യം ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുമ്പിലൂടെ കടന്നു പോകും, എപ്പോഴും കടന്നു പോകും. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ ഇരിക്കുന്നവർക്ക്? അതെ അതെ, അത് എല്ലാവർക്കും, നമുക്ക് ഇപ്പം എല്ലാവർക്കും, ഈ എല്ലാ ആൾക്കാർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു പിന്നിലൊരു സയൻസ് എന്ന് പറയുന്നത് ഇതാണ്, ഈ റാസിന്റെ ഒരു ഫങ്ഷനിങ് ആണ്. കാരണം അത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അവസരങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരും എന്നുള്ളതാണ്. ഇതിലിപ്പോ നമുക്ക് വേറൊരു കാര്യം പറയാൻ പറ്റുന്നത്, ഇതിൽ വരുന്നത് ഇപ്പം ഇതില് നമുക്ക് ഇമോഷൻ, ഇപ്പം നമ്മൾ രാവിലെ എണീക്കുന്നത് പലപ്പോഴും നമുക്ക് മടിയാണ്, രാവിലെ എണീക്കാൻ, അല്ലെങ്കിൽ പലപ്പോഴും എണീക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ചില കാര്യങ്ങളിൽ അലാറം വയ്ക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ രാവിലെ എണീക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, നമുക്കിപ്പം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു കോളേജ് ടൂർ പോകണം എന്ന് വെച്ചാൽ, കോളേജ് ടൂർ പോണ ദിവസം നമ്മൾ രാവിലെ ചാടി എണീക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര സന്തോഷമായ ദിവസം, നമ്മൾ ആരെങ്കിലും കാണാൻ പോകുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരടുത്ത് കറങ്ങാൻ പോകുന്നു, ആ ദിവസം നമ്മൾ ചാടി എണീക്കും. ആ ദിവസം വരെ നമുക്ക് മടിയായിരിക്കും, രാവിലെ എണീക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. പക്ഷേ കോളേജ് ടൂർ പോണ ദിവസം, ആരെങ്കിലും കൂട്ടുകാരടുത്ത് കറങ്ങാൻ പോണ ദിവസം നമുക്ക് ഭയങ്കര ഒരു ഇത് ആവേശമായിരിക്കും. അതിന്റെ പിന്നിലെ കാരണം എന്താണ് എന്നറിയാമോ? അത് നമുക്ക് ഈ ജോയ്, എക്സൈറ്റ്മെന്റ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്നിങ്ങനെയുള്ള പോസിറ്റീവ് ഇമോഷൻ സ്റ്റേറ്റ്സ് ഉണ്ട്. ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ മികച്ച ബയോകെമിക്കൽ മാറ്റങ്ങൾ ഉണ്ടാവും. ബയോകെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മളെ ഉള്ളിൽ നടക്കുന്നത്. അപ്പം ഈ ബയോകെമിക്കൽ റിയാക്ഷൻസ് കാരണം നമ്മളെ എനർജി ലെവൽ, കോൺഫിഡൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടും. അപ്പം ആ എനർജി ലെവൽ, കോൺഫിഡൻസ് ഒക്കെ നല്ല കൂടി നിൽക്കുന്നത് കാരണം നമ്മളത് സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യേണ്ട കാര്യം ചെയ്യും എന്നുള്ളതാണ്. അതിൽ ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും വരുന്നില്ല. കാരണം നമ്മൾ ഇത്രയും കാലം മടി പിടിച്ചിരുന്നിട്ട് ഈ ഒരു സമയത്ത് മാത്രം ചാടി എണീക്കുന്നു. അതിന്റെ പിന്നിലെ ഒരു സയൻസ് ഇതാണ്. ആ സമയത്ത് നമ്മളെ എനർജി ലെവൽ, കോൺഫിഡൻസ് എല്ലാം ഭയങ്കര കൂടി നിൽക്കും. അപ്പൊ സ്പോണ്ടേനിയസ് ആയിട്ട് അതങ്ങ് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൽ തന്നെ നിൽക്കുന്നത്. നമുക്ക് ഇതുപോലെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സെൽഫ് കോൺഫിഡൻസ് ആണ് ഇതിലൊക്കെ പറയുന്ന സെൽഫ് കോൺഫിഡൻസ് ആണ്. നമ്മളെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നതനുസരിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് സ്പോർട്സ് അത്ലറ്റിക്സ്, ഈ സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാർ, അവരെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും അറിയത്തില്ല, സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ അവർ ചെയ്യുന്നുണ്ട്, ഇത് അവരറിയാതെ ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം, അവർ മനസ്സിൽ പറയും, ഞാനിത് ഈ റേസ് ജയിക്കും, ഞാൻ ഈ റേസിൽ മുന്നോട്ട് വരും, ജയിക്കും.
അവർ വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ വിഷ്വലൈസേഷൻ എന്നെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. പക്ഷെ അവർ ചെയ്യുന്നുണ്ട്. കാരണം അവര് ഈ മത്സരത്തിന് മുമ്പ് തങ്ങൾ ഫസ്റ്റ് പ്രൈസ് വാങ്ങുന്നതായിട്ടും ഓടി ജയിക്കുന്നതായിട്ടും എല്ലാം വിഷ്വലൈസ് ചെയ്യും. അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ മനസ്സിനൊരു പ്രശ്നമുണ്ട്. അല്ല, മനസ്സിന്റെ ഒരു പ്രത്യേക ഒരു രീതിയുണ്ട്. എന്ന് വെച്ചാൽ മനസ്സ് ലിമിറ്റേഷൻസ് വെക്കും. പല കാര്യത്തിനും മിക്ക കാര്യത്തിനും നമുക്ക് ലിമിറ്റേഷൻസ് വെക്കും. എന്ന് വെച്ചാൽ അതാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ പോകുമ്പോൾ ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, ഇത് നമ്മളെ കൊണ്ട് എടുത്താൽ വരത്തില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യം. കാരണം മനസ്സ് നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യമൊക്കെ സത്യം പറഞ്ഞാൽ ഉള്ളത് ഈ ലിമിറ്റേഷൻസിനെ മറികടക്കാനാണ്. അതിനാണ് ഈ സെൽഫ് കോൺഫിഡൻസ് എന്നൊക്കെ പറയുന്നത്. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് ചെയ്യും, നമുക്കത് ചെയ്യാൻ പറ്റും എന്ന് നിരന്തരം പറയുമ്പോൾ ഈ മൈൻഡിന്റെ ലിമിറ്റേഷനെ നമ്മൾ ഓവർകം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ ആ ലിമിറ്റേഷൻ ഓവർകം ചെയ്ത് വന്നാൽ നമുക്ക് എന്തായാലും അത് ചെയ്യാൻ പറ്റുമല്ലോ. അതാണ് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ. ഇപ്പോൾ ആ വാക്ക് ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ശരിയല്ല എന്നൊന്നുമല്ല, പക്ഷെ അതിൽ പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങൾ ശരിയാണ്. അത് പലരും പറഞ്ഞിട്ടുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്ന പേരിലല്ല, പക്ഷെ എല്ലാവരും നമ്മളെ ബ്രെയിൻ സയൻസ് ആയിട്ടാണ്. നമ്മുടെ ബ്രെയിൻ ആണ് ഇതിന്റെ എല്ലാം മെയിൻ കാരണം, മെയിൻ തലവൻ എന്ന് പറയാം. കാരണം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ഒരു ദിവസം രാത്രി, ഇപ്പം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരു കണക്ക്, ഒരു സൊല്യൂഷൻ ഒരു രാത്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് അന്വേഷിച്ചിരിക്കും, ഉത്തരം കിട്ടത്തേ ഇല്ല. അപ്പൊ നമ്മൾ ആ രാത്രി മുഴുവൻ ഇരുന്ന് ചിന്തിച്ച് തലപുകഞ്ഞൊക്കെ ഇരുന്നാലും നമുക്ക് അതിന്റെ ഉത്തരം കിട്ടത്തില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് നമ്മൾ ഒന്നും കൂടെ ആ ഒരു കണക്ക് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം ലഭിക്കും. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ തലേന്ന് രാത്രി തലപുകഞ്ഞിരുന്ന് ആലോചിച്ചിട്ട് കിട്ടാത്ത ഉത്തരം പിറ്റേ ദിവസം രാവിലെ എണീച്ച് ഒന്നും കൂടെ ഇരുന്ന് നോക്കിയപ്പോൾ അതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ട്, ഇല്ലേ? അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ ബ്രെയിൻ ഉറങ്ങുകയല്ല സത്യം പറഞ്ഞ്. അപ്പൊ പലരും വിചാരിക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെ ബോഡി റെസ്റ്റിലാണ്, ശരിയാണ്. പക്ഷെ നമ്മൾ ബ്രെയിൻ റെസ്റ്റിലല്ല. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ മെമ്മറി അനലൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മെമ്മറി അനലൈസ് ചെയ്ത് അതിനെ ക്രമീകരിച്ച് നമ്മുടെ ലേണിംഗ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം ബ്രെയിൻ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ തലേന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ കാര്യത്തിൽ ഒരു പ്രോസസ്സിങ് ബ്രെയിനിൽ നടക്കുന്നുണ്ട് ആ രാത്രി. അപ്പൊ നമ്മൾ ഉറങ്ങുമ്പം ബ്രെയിൻ അത് ശാന്തമായി ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കുന്നത് കാരണം പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നമ്മൾ എടുക്കുമ്പോൾ നമുക്കത് ഒന്നും കൂടെ നോക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ ക്ലാരിറ്റി ലഭിക്കും. ഇപ്പം ബ്രെയിനാണ് ഇതിന്റെ എല്ലാം ഒരു മെയിൻ ഫങ്ഷനിങ് എന്ന് പറയുന്നത്. അവിടെ അത് നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കൊരു കപ്പലിന്റെ കാര്യം എടുക്കാം. ഒരു തുറമുഖത്ത് കിടക്കുന്ന കപ്പൽ, അതെ, ഉറങ്ങുമ്പോൾ മെമ്മറി കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ അത് നടക്കുന്നുണ്ട്. കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ കുറെ കാര്യങ്ങൾ ഈ ബ്രെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ ആ ദിവസം ഉണ്ടായിട്ടുള്ള ഈ ടോക്സിൻസ് ഉണ്ട്, വിഷാംശങ്ങൾ, അത് ബ്രെയിൻ മാറ്റുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ മെമ്മറി എല്ലാം ക്രമപ്പെടുത്തി നമ്മളെ ലേണിംഗ് കുറച്ചും കൂടെ എളുപ്പമാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബ്രെയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ തന്നെ. അതാണ് നമുക്ക് പിറ്റേ ദിവസം എണീക്കുമ്പോൾ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഒരു ഉന്മേഷം തോന്നുന്നത്. അപ്പൊ തലേന്ന് അത് പറയുമല്ലോ, തലേന്ന് രാത്രി നമ്മൾ എന്താണോ ചെയ്യുന്നത് അതായിരിക്കും പിറ്റേന്ന് നമുക്ക് ആ മുമ്പോട്ട് പോകാനുള്ള ഒരു ഊർജം ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഒരു കപ്പലിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കപ്പല് ഒരു തുറമുഖത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ കപ്പൽ എടുക്കുന്നതിന് മുമ്പ് ഈ കപ്പലിലെ ക്യാപ്റ്റനും അതിലെ ജീവനക്കാർക്കും ഒരു ബ്ലൂ പ്രിന്റ് കാണും കയ്യിൽ. എവിടെ എത്തണം, ഇന്ന സമയം കൊണ്ട് ഈ കപ്പൽ ഇന്ന സ്ഥലത്തെത്തണം, ആ ഒരു പദ്ധതിയും കാണും. എന്ന് വെച്ചാൽ ഇന്ന സ്ഥലത്ത് മറ്റേ പാറക്കെട്ട് എല്ലാം ഉണ്ട്, അപ്പം അവിടെ നിന്നൊക്കെ ഡൈവേർട്ട് ചെയ്ത് വേറെ റൂട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്ന സമയം കൊണ്ട് ഇന്ന സ്ഥലത്ത് എത്തണം. അങ്ങനെ അവരൊരു റൂട്ട് മാപ്പ്, പദ്ധതി ഒക്കെ തയ്യാറാക്കിയിട്ടാണ് ഈ കപ്പൽ അവിടെ നിന്ന് എടുക്കുന്നത്. അത് കാരണം 1000 പ്രാവശ്യം പോയാലും 999 പ്രാവശ്യവും വിജയമായിരിക്കും. ആ ഒരു പ്രാവശ്യം മാത്രം എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റോ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഏകദേശം 100% വിജയമായിരിക്കും. പക്ഷെ തിരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പദ്ധതിയും ബ്ലൂ പ്രിന്റ് ഒന്നുമില്ല. ഒരു ക്യാപ്റ്റനും ജീവനക്കാരും കപ്പലിൽ കയറുന്നു, കപ്പൽ എടുക്കുന്നു, വെറുതെ ഓട്ടിക്കുന്നു. ആ കപ്പലിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം പറഞ്ഞ കേസിലാണെങ്കിൽ ഈ കപ്പലിന് റൂട്ട് മാപ്പ്, ബ്ലൂ പ്രിന്റ് ഒക്കെ ഉള്ളത് കാരണം ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായിട്ട് എത്താൻ പറ്റും. അവർക്കറിയാം എങ്ങനെ പോകണം, എവിടെ കൂടെ പോകണം, ഏതൊക്കെ വഴികളിലൂടെ പോകണം എന്നൊക്കെയുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം.
അത് കൃത്യമായിട്ട് ലക്ഷ്യത്തെത്താൻ പറ്റും. പക്ഷെ രണ്ടാമത്തെ കേസിലോ അപ്പൊ പദ്ധതിയിലോ ഒന്നുമില്ല, വെറുതെ പോവുകയാണ്. പാറക്കെട്ടുള്ള സ്ഥലത്ത് വന്നാൽ കപ്പൽ ഇടിച്ച് തകരും. അതേ സെയിം കേസ് തന്നെയാണ് നമ്മൾ. ഈ കപ്പലിലെ നമ്മളുടെ ശരീരം, ക്യാപ്റ്റൻ നമ്മളെ ബ്രെയിൻ, ബാക്കി ചിന്തകൾ വികാരങ്ങളൊക്കെ നമ്മൾ അതിലെ ജീവനക്കാരായിട്ടൊന്ന് സങ്കല്പിച്ചു. എന്നിട്ട് നിങ്ങൾ ആദ്യത്തെ കേസ് എടുത്തു. നമുക്കൊരു ലക്ഷ്യമുണ്ട്, ബ്ലൂ പ്രിന്റ് ഉണ്ട്, എല്ലാം നമുക്കറിയാം എവിടെ പോകണം, ഒരു ഗോൾ, നമുക്കൊരു ഗോളുണ്ട്, ബ്ലൂ പ്രിന്റ് ഉണ്ട്, അത് എങ്ങനെയൊക്കെ പോകണം, ഇന്ന മാസത്തിൽ ഇന്ന കാര്യം ചെയ്യണം, ഒരു വർഷം കൊണ്ട് എവിടെ എത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ബ്രെയിനിന് കൊടുത്തിട്ടുണ്ട്. അപ്പം ബ്രെയിൻ ആ വഴിയെ തന്നെ നമ്മളെ കൊണ്ടുപോകും. നമ്മുടെ ചിന്തകളും ആ രീതിയിൽ തന്നെ പോകും. ചിന്തകൾ എന്ന് വെച്ചാൽ ആ രീതിയിൽ പോകുമ്പോൾ ചിന്തകൾക്കും ഒരു ക്ലാരിറ്റി കിട്ടും, ഇന്ന രീതിയിൽ പോകണം. പക്ഷെ തിരിച്ച് രണ്ടാമത്തെ കേസാണെങ്കിലോ നമുക്കൊരു ബ്ലൂ പ്രിന്റ് ഇല്ല, നമുക്കൊരു ലക്ഷ്യമില്ല, ഒന്നുമില്ല. നമ്മളെ ബ്രെയിനിന് നമ്മൾ അങ്ങനെ ഒന്നും കൊടുത്തിട്ടേ ഇല്ല. അപ്പോഴാണ് നമ്മൾ സ്റ്റക്ക് ആവുന്നു എന്നൊക്കെ പറയുന്നത്. സ്റ്റക്ക് ആവുന്നു, ഇല്ലെങ്കിൽ പാളം തെറ്റിയ തീവണ്ടി പോലെ പോകുന്നു എന്നൊക്കെ പറയും ചിലർ. എന്താണെന്ന് അറിയില്ല, അങ്ങനെ പോകുന്നു. അത് കാരണം എന്താണ്? ഒരു ലക്ഷ്യമില്ല, ഒരു ബ്ലൂ പ്രിന്റ് ഇല്ല. ഈ ലോ ഓഫ് അട്രാക്ഷൻ പറഞ്ഞാൽ ഇത് തന്നെയാണ്. ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് ഒരു ലക്ഷ്യം വേണം. നമുക്ക് വെറുതെ ഇന്നത് വേണം, ഇന്നത് വേണം, ഇന്നത് വേണം, ഇന്നത് വെച്ചാൽ ഞാൻ ഇതാവും എന്ന് ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ സ്കാം എന്ന് പറയുന്നത്. കാരണം വെറുതെ പലരും പറയുന്നത് നമ്മളിങ്ങനെ വിശ്വസിക്കുന്നത്. ഇപ്പം പണം വേണമെങ്കിൽ പണം വേണം, പണം വേണം, പണം വേണം, പണം വേണം, പണം വേണം എന്ന് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പണം വരുമെന്ന് പറയുന്നത് തെറ്റാണ്. പോസിറ്റീവായി ചിന്തിക്കണം. അതിന്റെ കൂടെ കൺസിസ്റ്റന്റ് ആക്ഷൻ കൂടെ വേണം. ലോ ഓഫ് അട്രാക്ഷനിൽ കൺസിസ്റ്റന്റ് ആക്ഷൻ കൂടെ വേണം. കാരണം നമ്മൾ ഒരു കാര്യം ചിന്തിച്ചു കഴിയുമ്പം അതെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ക്ലാരിറ്റി ഇതുവഴി ലഭിക്കും നമുക്ക്. അപ്പൊ ആ ക്ലാരിറ്റിയിൽ നമ്മൾ ആക്ഷൻ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്കതിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മൈൻഡ് സെറ്റ് എഫക്ട്, ഫോക്കസ്, കൺസിസ്റ്റന്റ് ആക്ഷൻ, അതുപോലെ ഇമോഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഇമോഷണൽ എനർജി, ഇതൊക്കെയാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്, നമുക്ക് അതിലേക്ക് എത്താം, അതിലേക്ക് വരാം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ എത്തണം, അങ്ങനെയൊന്നും നടക്കത്തില്ല. അത് ലോ ഓഫ് അട്രാക്ഷൻ. അപ്പം അതാണ് ഈ സ്കാം എന്ന് കുറെ പേര് നമ്മൾ വാദിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പലരോടും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയും ഇതൊക്കെ സ്കാമാണ്. കാരണം അവരുടെ മുമ്പ് പലരും പറ്റിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു പോകും, ഇങ്ങനെ നിരന്തരമായിട്ട് പോസിറ്റീവായി ചിന്തിക്കും. ഇങ്ങനെ നിങ്ങൾ പൈസ വരുന്നു, നിങ്ങളിത് സമ്പന്നനായി നിൽക്കുന്നു. അപ്പം ചിന്തിച്ചു കൊണ്ടിരുന്നത് മാത്രം വരത്തില്ല. ഈ ഞാൻ പറഞ്ഞ കപ്പലിലെ കപ്പിത്താന് ഈ കപ്പലിൽ കയറിയിട്ട് അയാൾ ഇങ്ങനെ എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന സ്ഥലത്ത് പോകണമെന്ന് ചിന്തിച്ച് ഇന്ന സ്ഥലത്തിനെ കുറിച്ച് സ്വപ്നം കണ്ട് ഇങ്ങനെ കപ്പൽ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോയാൽ അവിടെ എത്തുമോ? ഇല്ലല്ലോ. അദ്ദേഹത്തിന്റെ കയ്യിൽ ബ്ലൂ പ്രിന്റ് വേണം, ആ റൂട്ട് മാപ്പ് വേണം. ആ രീതിയിൽ മുന്നോട്ട് പോയാലേ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റൂ. ലോ ഓഫ് അട്രാക്ഷൻ കറക്റ്റ്. ഇപ്പം ഈ സീക്രട്ട് എന്നൊക്കെ പറഞ്ഞ പുസ്തകത്തിലെല്ലാം ഇത് തന്നെയാണ് പറയുന്നത്. അത് പറയുന്നത് തെറ്റൊന്നല്ല, കറക്റ്റ് ആണ്. പക്ഷെ അവരെല്ലാം എടുത്തു പറയുന്നുണ്ട്, അല്ല ആക്ഷൻസ് പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു ക്ലാരിറ്റി ലഭിക്കും. നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ, നമ്മൾ ആ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ആ ചിന്തിക്കുന്ന കാര്യത്തിന് സിമിലർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് വരും. അപ്പോൾ അവിടെ ആ ചിന്തകളെല്ലാം നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ലഭിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ആക്ഷൻ എടുക്കണം. അവിടെ ക്ലാരിറ്റി ലഭിച്ചു കഴിഞ്ഞാൽ ചുമ്മാ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല. ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള ആക്ഷൻ എടുക്കണം. നമ്മൾ ആ ചിന്ത, ആ പോസിറ്റീവ് ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ള ആക്ഷൻസ് അവിടെ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതാണ് കറക്റ്റ് റിയൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് പലരും, എല്ലാവരുടെ ജീവിതത്തിലും നടക്കുന്നുണ്ട്. ഇപ്പം ഈ തട്ടിപ്പാണെന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ അവരറിയാതെ ഇത് നടക്കുന്നുണ്ട്. പക്ഷെ അവരത് ഇതാണ് എന്ന് അറിയുന്നില്ല. ഈ ലോ ഓഫ് അട്രാക്ഷൻ പറയപ്പെടുന്നതാണ്, മാനിഫെസ്റ്റേഷൻ ആണ്. ഇതൊക്കെ ഒരു ബ്രെയിൻ സയൻസും കൂടെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. കാരണം ബ്രെയിൻ ആണ് ഇതിലെ മെയിൻ റോൾ വഹിക്കുന്നത്. ബ്രെയിനിലാണ് ഇത് കൂടുതലായിട്ടും വരുന്നത്. പിന്നെ ഇതിൽ ഹൈ എനർജി, ലോ എനർജി ഒക്കെ പറയും. നമ്മുടെ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ഉണ്ട്. ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള ന്യൂട്ടൺസ് തേർഡ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്സിലല്ല. അതും ഇതിൽ വരുന്നുണ്ട്. കാരണം നമ്മളിപ്പം നമ്മുടെ ഒരു ഹയർ എനർജി, നമ്മളെ ഹാപ്പിനെസ്, ജോയ്, അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഹൈ എനർജി കിട്ടുമ്പോൾ ആ ഒരു എനർജിയാണ് കൊടുക്കുന്നതെങ്കിൽ യൂണിവേഴ്സിലേക്ക്, തിരിച്ചും ആ ഒരു എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ചിന്ത ഹൈ എനർജിയിലെ ചിന്തയാണ് പോകുന്നതെങ്കിൽ നമുക്ക് തിരിച്ച് ലഭിക്കുന്നതും ഹൈ എനർജിയിലെ ചിന്ത തന്നെയാണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അത് തന്നെയാണ് ലഭിക്കുന്നത്.
അതാണ് ഇവിടെ ലോ ഓഫ് അട്രാക്ഷനിൽ ഈ പറയുമ്പോൾ എല്ലാം നടക്കുന്നത്. ഇപ്പൊ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ മൈൻഡ് സെറ്റ് എഫക്ട്, നമ്മുടെ ഈ ഇമോഷണൽ എനർജി, ഫോക്കസ്, കൺസിസ്റ്റന്റ് ആക്ഷൻ, കോൺഫിഡൻസ്, ഇതൊക്കെയാണ് കോൺഫിഡൻസ്, ഇതെല്ലാം കൂടെ ഒരു ഉൾപ്പെട്ട ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നാണ് ഞാൻ പറയുന്നത്. അതിപ്പോ തെറ്റാണെന്നല്ല, നമ്മളൊരു ബ്രെയിൻ സയൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ, ഈ പറഞ്ഞ രീതിയിൽ കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്ന് ഈ ഒരു വിഷയത്തിൽ ഈസ് ലോ ഓഫ് അട്രാക്ഷൻ സ്കാം ഓർ റിയൽ എന്നൊരു സബ്ജക്റ്റിൽ എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച്. അപ്പം ഇന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. മൈക്ക് ഈസ് ഓപ്പൺ ഫോർ യു. സർ, അതെ, നമ്മുടെ ആ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടല്ലോ, അതിൽ പക്ഷെ വല്ലാണ്ട് ആക്ഷനിലേക്ക് വരുന്നതിനെ കുറിച്ച് പറയണില്ലല്ലോ. അതിൽ തോട്ട്സിന്റെ ആ ഒരു ഇത് മാത്രല്ലേ പറയണത്. അത് ഉള്ളിലോട്ട് പറയുന്നുണ്ട് മാം. ഉള്ളിലോട്ട് നമ്മളൊരു സെക്ഷൻ എത്തുമ്പോൾ അവർ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നുണ്ട്. അത് മൊത്തത്തിൽ ഞാൻ ഓർമ്മിക്കുന്നില്ല. അതിൽ ഓരോ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ അവർ പറയുന്നുണ്ട് ഇന്ന കാര്യം. നിങ്ങൾ ആദ്യം ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പൊ അതിന്റെ ചിന്തകൾ മനസ്സിലേക്ക് വരും. അപ്പൊ അതില് ആ സ്റ്റെപ്പ് ആയിട്ട് അതെ പറയുന്നുണ്ട്, ഉള്ളിലോട്ട് പറയുന്നുണ്ട്. ഞാനത് പണ്ട് വായിച്ചതാണ്. എനിക്കത് വായിച്ചപ്പോ ഫീൽ ചെയ്തത് അത് കൂടുതൽ തോട്ട്സിന്റെ മാത്രമാണ് പറയണതെന്ന്. തോട്ട്സിന്റെ മാത്രമാണ് അതിൽ പറയുന്നത്. എന്നുവെച്ചാൽ ഈ തോട്ട്സ് വന്നിട്ട് നമ്മളെ പ്രവൃത്തിയിലേക്ക് നയിക്കും. അതിലൊരു പോയിന്റ് അതിലിടയ്ക്ക് പറയുന്നുണ്ട്. ഈ തോട്ട്സ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഈ നിരന്തരമായിട്ട് ചിന്തിക്കുമ്പോഴേ, ഞാൻ ഈ പറഞ്ഞ മൈൻഡ് സെറ്റ് എഫക്ട് വരുന്നുണ്ട്. നമ്മൾ നിരന്തരമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലും ആ ഒരു ചിന്ത കയറി വരും, പ്രവർത്തനങ്ങൾ. എന്നുവെച്ചാൽ നമ്മൾ ഈ തോട്ട്സ് നിരന്തരമായി ചിന്തിക്കുമ്പോൾ ആ കാര്യം തന്നെയാണ് പിന്നീട് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് മടിയുള്ളതാണെങ്കിൽ, ആ കാര്യം മടിയുണ്ടെങ്കിൽ നമ്മൾ ഈ ചിന്തകൾ, ഈ മടി മാറ്റിയെടുക്കും. ഈ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ധനികര് ചിലപ്പം തകർന്നു പോകുന്ന ധനികരെ പിന്നീട് കയറി വരുന്നത് എങ്ങനെയാണ് എന്ന രീതിയിൽ. കാരണം അവർക്ക് ഈ പൈസ ഉണ്ടാക്കണം എന്ന ചിന്ത. അപ്പൊ അവര് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നോക്കണം. അപ്പം പൈസ ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുമ്പം അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് അവരുടെ മുമ്പിൽ വരും. അപ്പൊ അവരത് കറക്റ്റായിട്ട് യൂസ് ചെയ്യും അതിനെ കയറിയിട്ട്. അവർക്കറിയത്തില്ല ഈ ലോ ഓഫ് അട്രാക്ഷൻ, പക്ഷെ ഇത് അതിന്റെ ഒരു ഭാഗമാണ്. കാരണം നമ്മൾ ഈ ഇങ്ങനെ ഒരു ചിന്ത നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മുമ്പേ കൊണ്ട് വെച്ച് തരും. എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ അന്വേഷിക്കുന്നത് അത് നമ്മൾ മുമ്പേ കൊണ്ട് വെച്ച് തരും. പക്ഷെ അവിടെ ആക്ഷൻ എടുക്കേണ്ടത് നമ്മളാണ്. ആക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ സക്സസ് ആവാൻ പറ്റും. അത് സീക്രട്ട് കറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മള് ഒരു കാര്യം മടി പിടിക്കുക അല്ലെ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ബോഡിയെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കുമല്ലോ. നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ഇല്ലേ, നമ്മുടെ മനസ്സ് തളരും, ശരീരം തളരും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴും അതിനനുസരിച്ച് നമ്മൾ അല്ലേ അത് നടക്കുന്നുള്ളത് അല്ലേ. അത് ചിന്തിച്ചാൽ മതി. നെഗറ്റീവ് വരെങ്കിൽ പോസിറ്റീവ് വരും. അതിന്റെ ഒരു സയൻസ് എന്ന് പറഞ്ഞാലേ, നമ്മളിപ്പോ ഒരു ചിന്ത ചിന്തിക്കുമ്പം ഒരു കൂട്ടം ചിന്തകൾ വരുമെന്നാണ് നമുക്കറിയാം. ഇപ്പൊ നമ്മള് വിഷമം, നമ്മൾ ഭയങ്കര സങ്കടത്തിലൊക്കെ ആണെങ്കിൽ നമ്മളെ മെമ്മറീസ്, പഴയ കാല സങ്കടത്തിലുള്ള മെമ്മറീസ്, ഇപ്പൊ നമ്മൾ ആരെങ്കിലും നമ്മളോട് പിണങ്ങിപ്പോയതോ അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും വഴക്ക് കൂടിയതോ അങ്ങനെയായിട്ടുള്ള ഒരുപാട് ചിന്തകൾ, വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടുതൽ വരുന്നത്. അതെ, ആ സമയത്ത്. കാരണം ഇത് അട്രാക്ട് ചെയ്യും. ഈ തോട്ട്സ് എന്ന് പറയുന്നത് ഇങ്ങനെ സിമിലർ ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സിനെ അട്രാക്ട് ചെയ്യും കൂടുതലായിട്ട്. പക്ഷെ പോസിറ്റീവ് ആയിട്ടാണെങ്കിൽ തിരിച്ച് അതുപോലെ തന്നെ സംഭവിക്കും. നമ്മളെ നല്ല നിമിഷങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. എന്നുവെച്ചാൽ അങ്ങനത്തെ തോട്ട്സ് ഈ പോസിറ്റീവ് തോട്ട്സ് അട്രാക്ട് ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അത് സത്യമാണ്. അതെ, കറക്റ്റ് ആണ്. ബോഡി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ റെഡിയാവും. അതെ. അത് മറ്റേ ആറ്റിറ്റ്യൂഡ് ഈസ് എവരിതിങ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിൽ ശരിക്കും കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ തോട്ട്സ്, ആക്ഷൻ, വിഷ്വലൈസേഷൻ, ആക്ഷൻ, അതൊക്കെ കൃത്യമായിട്ട് അതിൽ പറയുന്നത്. രണ്ടും സംഭവം ഒന്നാണ്, പക്ഷെ ഇതിൽ കൂടുതൽ ആക്ഷന്റെ കാര്യം പറയുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ് ഈസ് എവരിതിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ആൽക്കമിസ്റ്റിലായാലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അതായത് നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തോട്ടാണല്ലോ നമുക്ക് ആദ്യം വരിക, എന്നിട്ടാണല്ലോ നമുക്ക് ആക്ഷൻ വരിക. തോട്ട് വന്നാലാണ് ആക്ഷൻ വരിക. അപ്പൊ ആ ഒരു ഇതായിരിക്കും നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായി തീരും എന്നാണ് പറയുന്നത്. കുറെ പറയുന്നത് ആ കോഴ്സ് കേട്ടിട്ടുള്ളത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായി തീരും. കാരണം നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തെ തന്നെ കൂടുതലായിട്ട് അത് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ രീതിയിൽ തന്നെ ചെയ്യും.
പിന്നെ വീണ്ടും വീണ്ടും ചിന്തിക്കും തോറും, അതായത് ചിന്ത വീണ്ടും വീണ്ടും വരും തോറും അത് പ്രവൃത്തിയിലേക്ക് നമ്മൾ എന്തായാലും പോകുമല്ലോ. ഉറപ്പായിട്ടും പോകും. അതെ, അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയും അല്ലെ. അവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് നെഗറ്റീവ് ചിന്തിച്ചാൽ നെഗറ്റീവ് തന്നെ വരും, കൺസിസ്റ്റന്റ് ആയി പോസിറ്റീവ് ചിന്തിച്ചാൽ പോസിറ്റീവ് വരും. കൺസിസ്റ്റന്റ് ആയിട്ട്. ഈ തോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരു ദിവസം നമ്മുടെ മൈൻഡിലൂടെ ബ്രെയിനിലൂടെ 60,000 മുതൽ 70,000 ചിന്തകൾ കടന്നു പോകുന്നു എന്ന് പറയും ഒരു ദിവസം. അതെന്ന് പറയുന്നത് ഒരു 12 ചിന്തകളുടെ ആവർത്തനമാണ് ഈ 60,000 മുതൽ 70,000 ചിന്തകൾ. നമ്മൾ സത്യം പറഞ്ഞ ഒരു 12 ചിന്തകളാണ് ആവറേജ് ചിന്തിക്കുന്നുള്ളൂ. അതിന്റെ ആവർത്തനമായിട്ടാണ് ഈ 60,000 മുതൽ 70,000 ചിന്തകൾ വരുന്നത്. പക്ഷെ ഈ 12 ചിന്തകളിൽ നമുക്ക് മൊത്തം പോസിറ്റീവ് ആക്കുക പ്രാക്ടിക്കൽ അല്ല. പക്ഷെ ഒരു 10 എണ്ണം അല്ലെങ്കിൽ ഒരു 9 എണ്ണം നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്ന് പറയും. അപ്പൊ മെജോറിറ്റി പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് നമ്മളെ ആ തിങ്കിങ് പാറ്റേണും പോസിറ്റീവ് ആയിരിക്കും, ആ ദിവസം പോസിറ്റീവ് ആയിരിക്കും എന്ന് പറയും. ആ രീതിയിലാണ് ചിന്തകൾ തന്നെ റെഗുലർ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് കുറെയൊക്കെ നേടിയെടുക്കാം അല്ലേ. അതെ അതെ അതെ. ഹലോ സർ, താങ്ക് യു. സാറിന് ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു. സോ മച്ച്. സർ, നമ്മുടെ ഞാൻ വായിച്ചിട്ടുണ്ട് പ്ലേസിബോ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ലൈക്ക് അതും ഇതും ഇന്റർ കണക്ഷൻ ഉണ്ടോ? പ്ലേസിബോ എഫക്റ്റ് ഒരു പ്ലേസിബോ എഫക്റ്റ് എന്ന് വെച്ചാൽ ഈ സെയിം അല്ല. ദാറ്റ് മീൻസ് അതായത് നമ്മുടെ ബോഡി മീൻസ് ഇപ്പം സാറ് പറഞ്ഞല്ലോ നമ്മുടെ ബ്രെയിൻ ആൻഡ് ബോഡി, നമ്മുടെ തോട്ട്സ് വരുന്നത്. ഞാനൊരു ബുക്കിൽ വായിച്ചതാണ്. എന്നുവെച്ചാൽ അതില് ആ എഫക്റ്റില് സൈക്കോളജിക്കലി പറയുന്നത് നമ്മുടെ വിശ്വാസം കൊണ്ട് നമുക്ക് ഒരാളുടെ അസുഖം മാറ്റാൻ പറ്റുന്ന ആ ഒരു ഇത് നമ്മുടെ മനസ്സിൽ ഇനി അത് ഓക്കെ ആവും അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ആക്ച്വലി വായിച്ചിട്ടുണ്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അത്? ശരിയാണ്. വിശ്വാസം കൊണ്ട് നമുക്ക് പലതും നേടിയെടുക്കാൻ പറ്റും. കാരണം ഈ നമ്മൾ ഈ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് വായിച്ചിട്ടുള്ളതാണ്. കാരണം നമ്മൾ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും, ഇപ്പൊ സാമ്പത്തികമായിട്ട് വളരെ മോശം അവസ്ഥയിലാണെങ്കിലും ആരോഗ്യപരമായിട്ട് ഇത്രയും മോശം എന്ന് വെച്ചാൽ ഭയങ്കര സീരിയസ് ആയിട്ടില്ല എന്നാലും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും നമുക്ക് വിശ്വാസങ്ങൾ കൊണ്ട് തിരിച്ചു വരാൻ പറ്റും. അവിടെ അതെ അതെ കണക്റ്റഡ് ആണ്. നമ്മുടെ ചിന്തകളും ബ്രെയിനും എല്ലാം കണക്റ്റഡ് ആണ്. ഈ വിശ്വാസം എല്ലാം നമ്മൾ കണക്ട്, ബിലീഫ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബ്രെയിനുമായിട്ട് എല്ലാം കണക്റ്റഡ് ആണ്. തോട്ട്സ്, ബ്രെയിൻ, ബിലീഫ് സിസ്റ്റം. എന്തിനും മരുന്നല്ല, വിശ്വാസമാണ് എല്ലാത്തിനും വലുത്. വിശ്വാസമാണ് എല്ലാത്തിനും. കാരണം നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോഴേ, അതെ മാഡം, ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോഴേ ആ ഡോക്ടർ മരുന്ന് കുറിച്ച് തരുന്നതിനപ്പുറം നമ്മളെ തോള് തട്ടിയിട്ട് ഒന്നുമില്ല, കുഴപ്പമില്ല, അത് പെട്ടെന്ന് മാറും, ഒന്ന് തോള് തട്ടിയിട്ട് പറയുമ്പോഴാണ് നമുക്ക് കുറെ കൂടെ ഒരു എന്താ പറയുക ഇൻസ്പിറേഷൻ വരുന്നത് അല്ലേ. അല്ലാതെ കുറിച്ച് തരുന്ന മരുന്നിലല്ല. ആ ഡോക്ടർ നമ്മൾ തോളെ തട്ടിയിട്ട് ഇതൊക്കെ ശരിയാവും, ഇതൊക്കെ നിസ്സാരമല്ലേ, മാറും എന്ന് നമ്മളെ തട്ടി ആശ്വസിപ്പിക്കുമ്പോൾ അപ്പോഴാണ് നമുക്കൊരു വിശ്വാസം മനസ്സിൽ വരുന്നത്. അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ എന്തായാലും മാറും, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അല്ല, നമ്മൾ തീരെ വയ്യാതിരിക്കുന്ന സമയത്ത് ചിലപ്പോ വെറുതെ ഒന്ന് ഡോക്ടറെ അടുത്തൊന്ന് പോയി ഒന്ന് കണ്ടാൽ മതി, അപ്പൊ തന്നെ കുറെ അസുഖം കുറയും. അപ്പൊ നമുക്കൊരു വിശ്വാസമാണല്ലോ മാറും എന്നുള്ളൊരു. ഡോക്ടർക്ക് നമ്മുടെ മൈൻഡ് ആൻഡ് മീൻസ് നമ്മുടെ ഇമോഷൻസ് കണക്ട് ആകുമ്പോൾ മീൻസ് ഗോ ത്രൂ എനർജി ആണോ പോകുന്നത്? ഇതിപ്പം ആണെങ്കിലും ഇപ്പം ലോ ഓഫ് അട്രാക്ഷനും ഇന്റർ കണക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ അതെന്താ മീൻസ് ആക്ച്വലി എനർജി ആണോ? പല സയൻസ് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എനർജി എന്ന് പറയുന്നുണ്ട്, വൈബ്രേഷൻ എന്ന് പറയുന്നുണ്ട്, ഫ്രീക്വൻസി എന്ന് പറയുന്നുണ്ട്. ഇതിനെ പല രീതിയിൽ പറയുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ. എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഹൈ എനർജിയിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് പുസ്തകത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ എനർജിയാണ് യൂണിവേഴ്സിൽ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് തിരിച്ചും ഹൈ എനർജി കിട്ടുമെന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ആവേശത്തോടെ ഇന്നത് ചെയ്യണമെന്നുള്ളത് എനർജി കൊടുക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള എനർജി കിട്ടും. പക്ഷെ ലോ എനർജി നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല, നമ്മളെ കൊണ്ട് പറ്റത്തില്ല, നമുക്ക് കഴിവില്ല എന്നൊക്കെ ലോ എനർജിയാണ് നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ലോ എനർജി കിട്ടുമെന്ന് പറയുന്നുണ്ട്. വൈബ്രേഷന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് ഏത് സ്റ്റേറ്റാണ്, ഇപ്പം എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാനിത് ചെയ്യും എന്നൊരു നല്ല ഇൻസ്പിറേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ ആ ടൈമിൽ വൈബ്രേഷൻ ചെയ്യുമ്പം അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഫ്രീക്വൻസിയിൽ നമ്മൾ കണക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം ആ ഫ്രീക്വൻസിയിൽ മുമ്പ് ചിന്തിച്ചിരുന്ന ആൾക്കാരുടെ അതേ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അതേ ഒരു തോട്ട് പാറ്റേൺ നമുക്ക് ലഭിക്കുമെന്ന് പറയും.
പക്ഷെ നേരെ തിരിച്ച് ഈ പറഞ്ഞ പോലെ ലോ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സങ്കടം, നമ്മളെ കൊണ്ട് കഴിവില്ല എന്ന് പറയുമ്പോൾ ഇന്ന രീതിയിൽ ചിന്തിച്ചു നിന്ന ആൾക്കാർ നിന്നൊരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയിൽ നമ്മൾ പോയിട്ട് അവിടുത്തെ തോട്ട് പാറ്റേൺസ് നമ്മൾ വരും എന്ന് പറയും. അപ്പൊ ഇത് എനർജി ആയിട്ടും പറയും. ഈ എനർജി ആയിട്ട് പറയുന്നതാണ് ഹൈ എനർജി, ലോ എനർജി എന്ന രീതി. അപ്പൊ ഇതിനെ എനർജി ആയിട്ടും പ്ലേസിബോ എഫക്റ്റ് സയന്റിഫിക്കലി മീൻസ് പ്രൂവ് എവിഡൻസ് വന്നിട്ടുണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. സയന്റിഫിക്കലി എവിഡൻസ് ഇല്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ കേസിന് സ്പിരിച്വലി ആണോ? അത് സ്പിരിച്വലി ആണല്ലോ. സ്പിരിച്വലി ആണ്, സ്പിരിച്വലി സൈക്കോളജിക്കലിയുമാണ്. സൈക്കോളജിക്കലിയും ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ പറഞ്ഞത് എനിക്ക് മനസ്സിലായോ? എന്താണ് ആ വേർഡ് പറയോ? ഇപ്പൊ പറഞ്ഞ ആ ഒരു ഇത്. ഹലോ മാം, മുട്ടായോ? പ്ലേസിബോ, അതെ പ്ലേസിബോ ആണ് മാം പറഞ്ഞത്. പ്ലേസിബോ എഫക്റ്റ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനത് അധികം കേട്ടിട്ടില്ല മാം. അതാണ് ഞാൻ വാക്ക് കേട്ടിട്ടുണ്ട്, പക്ഷെ അത് ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയത്തില്ല. അത് ആക്ച്വലി മീൻസ് നമ്മൾ എന്തിനും മരുന്നല്ല, നമ്മുടെ വിശ്വാസം കൊണ്ട് നമുക്കെല്ലാം ട്രീറ്റ് ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു സയന്റിഫിക്കലി പറയുന്നതാണ്. അപ്പൊ അതാ ഞാൻ സർവ് ചെയ്തും അതും കണക്റ്റഡ് ആണോ? ബട്ട് ലോ ഓഫ് അട്രാക്ഷൻ സ്പിരിച്വലി ആണോ? അത് സ്പിരിച്വലി ആണ്. അല്ല, നമ്മളുടെ ഡൊമിനന്റ് തോട്ടാണല്ലോ നമ്മുടെ ബിലീഫ്. സ്പിരിച്വലി ആണ് മാം. പക്ഷെ അതിൽ ബ്രെയിൻ സയൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ബ്രെയിൻ സയൻസ്, ഈ പറഞ്ഞ പോലെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അതില്. പക്ഷെ മൊത്തത്തില് നമുക്ക് സയന്റിഫിക്കലി എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇത് ആക്ച്വലി ഞാനൊരു ബുക്കിൽ വായിച്ചെന്ന് വെച്ചാൽ നമ്മൾ സൈക്കോളജിക്കലി നമ്മൾ ഒരാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അവരുടെ വിശ്വാസ ത്രൂ അവരുടെ ബിലീഫിലൂടെ അത് ഹീലായി പോകുന്നത്. അത് ഒരു പരിധി വരെ ഇപ്പം ശരിയായിരിക്കും. കാരണം ഇപ്പൊ റേക്കി എന്നൊക്കെ പറഞ്ഞ് കുറെ മെത്തേഡ്സ് ഉണ്ട്. അതിലൊക്കെ ഈ പറയുന്നുണ്ട് സ്പിരിച്വലി നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. കൂടുതലായിട്ട് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടുള്ളത് അത്. അപ്പൊ ഞാൻ സാറിന് ചോദിച്ചത് സയന്റിഫിക്കലി പ്രൂവൻ ആണ് എവിഡൻസ് ലോ ഓഫ് അട്രാക്ഷൻ സ്പിരിച്വലി. അപ്പൊ അതെങ്ങനെയാണെന്ന് ചോദിച്ചത്. അതും സയന്റിഫിക്കലി പ്രൂവൺ ആയിരിക്കത്തില്ല. കാരണം നമുക്ക് ഈ വലിയ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് പ്രാക്ടിക്കൽ അല്ലല്ലോ. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നത് മീൻസ് ഇന്നസെന്റ് മീൻസ് ഒരുപാട് പേരുണ്ടല്ലോ, അവരുടെ ആ ഒരു മനസ്സിന്റെ ബലം കൊണ്ട് അവരതെന്നും റിക്കവറായി വന്നവര്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മളെ കൂടെയുള്ള ആൾക്കാരുടെ ഒരു റോളും കൂടെ വരുന്നുണ്ട്. കാരണം മെയിൻ ആയിട്ടും ഡോക്ടർ നമ്മളെ അടുത്ത് ഈ അസുഖത്തെ കുറിച്ച് ഇതൊന്നുമില്ല, ഇതൊക്കെ എളുപ്പം മാറും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോഴൊക്കെ ഈ പറയുന്നത് ശരിയായി വരും. എന്ന് വെച്ചാൽ ഒരു വിശ്വാസം മനസ്സിൽ വരും, ഇത് മാറും, കുഴപ്പമില്ല. അപ്പൊ അവരും അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ കൂടെയുള്ള ആൾക്കാർ ഇപ്പം സപ്പോർട്ട് ചെയ്യാണ്, നല്ലൊരു സപ്പോർട്ട് കൊടുക്കുകയാണ്. എന്നാൽ ഇപ്പൊ ക്യാൻസർ ഒക്കെ വന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അത് കേൾക്കാറില്ല. കൂടെയുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്തു, ഇത് മാറും, ഇതൊക്കെ ഇപ്പം ചികിത്സിച്ച് മാറാവുന്നതേ ഉള്ളൂ എന്നൊക്കെ കൂട്ടുകാരും ബന്ധുക്കളും ചികിത്സിച്ച ഡോക്ടറൊക്കെ പറയുമ്പോൾ അങ്ങനെ കേട്ടിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് മറികടന്ന് വന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കേൾക്കാറില്ലേ. ഒരുപാട് പേഷ്യൻസ് ഒക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പം കുറെയൊക്കെ ഇതിൽ അങ്ങനെ വരുന്നുണ്ട് ഈ വിശ്വാസം. എന്ന് വെച്ചാൽ കൂടെ ഉള്ളവരുടെ വാക്കുകൾ കൊണ്ടുള്ള വിശ്വാസങ്ങളും അതിൽ വരുന്നുണ്ട്. സൈക്കോളജിക്കലി ഇത് പല സൈക്കോളജിസ്റ്റുകളായാലും ഇത് ആദ്യം കൊണ്ടുവന്ന ആളാണെങ്കിലും അവർക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതെന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ട് അവര് അതിനെക്കുറിച്ചൊരു റിസർച്ച് അവർ സ്വയം ചെയ്തിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടുവന്നു. ഇപ്പോ അത് നമുക്ക് അതിന്റെ സയന്റിഫിക് വശം എത്ര ആണെന്ന് ചിലപ്പോൾ അതുപോലെ കേട്ടിട്ടായിരിക്കും പരിചയം. പക്ഷെ നമ്മള് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് അറിയാതിരുന്നിട്ട് പോലും നമ്മൾക്ക് അറിയത്തില്ല. അല്ലെ അതെ, ഇപ്പൊ മാഡം പറയുമ്പോഴാ കുറച്ചും കൂടെ ഫെമിലിയർ ആവുന്നത്. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് അതിനെ കുറിച്ച് പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ ലൈബ്രറിയിൽ കണ്ടപ്പോ മീൻസ് നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു ആക്ച്വലി എനിക്കും അറിയില്ലായിരുന്നു. മീൻസ് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഞാനതങ്ങനെ കണ്ടിട്ട് എന്താന്ന് പറയാൻ വേണ്ടി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് കൂടുതൽ അറിഞ്ഞിട്ടില്ല. കാരണം നെക്സ്റ്റ് സെക്ഷൻ വെക്കുമ്പോൾ ഇതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ നോക്കാം. ഇപ്പൊ നമ്മുടെ മോഡേൺ സയൻസ് പറയുന്നത് അതെ അതെ അല്ല, ഇതുപോലെ ഒരുപാട് ഇതുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ പോലെ ഈ മാം പറഞ്ഞ പോലെ ഒരുപാട് ഈ പ്ലേസിബോ എഫക്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പലതും പല ആൾക്കാർ അവരുടെ റിസർച്ചിൽ നിന്നും മറ്റും കിട്ടിയ ഒരു റിസൾട്ടിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ.
അപ്പോ ഈ അവര് പറയുന്നത് നമ്മൾ അപ്പൊ ചിന്തിക്കാണ് അത് ശരിയാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ നോക്കുമ്പോ എന്താണ് നമ്മൾക്ക് തോന്നുന്നില്ലേ ശരിയാണ് ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോ അതാണ് ഇപ്പൊ അതില് നമ്മുടെ മൈൻഡ് സെറ്റ്, അതുപോലെ വിശ്വാസം, നമ്മളെ അക്സെപ്റ്റൻസ് ഇതുള്ളത് കൊണ്ടാണ് അത് തോന്നുന്നത്. അതുപോലെ ഉറപ്പായിട്ടും Yes, definitely. പറഞ്ഞല്ലോ നമ്മുടെ ആത്മവിശ്വാസം ഇതൊക്കെ നമ്മൾ അതിൽ വരുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. കറക്റ്റ് ശരിയാണ്. ഇപ്പൊ പ്രായമായിട്ടുള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാല് ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, നമ്മൾ സ്ഥിരം അവർ കഴിക്കുന്ന ഒരു ഗുളിക ചിലപ്പോ 5, 6, 7 ഒക്കെ കഴിക്കുന്നുണ്ടാവും. പക്ഷെ അത് എന്താണ് നമ്മള് ഡോക്ടർ അടക്കം പറഞ്ഞിട്ടുണ്ടാവും ഇനി അത്രയും കഴിക്കണ്ട, 1, 2 കഴിച്ചാൽ മതി. പക്ഷെ അവർക്കൊരു വിശ്വാസം ഉണ്ടാവും, കുറച്ച് പ്രായമാകുമ്പോ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു ഗുളിക ഇല്ലാണ്ടാണ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാത്തതുകൊണ്ടാണ് എന്നുള്ളൊരു അവര് അങ്ങനെ വിശ്വാസം മനസ്സിൽ വരും ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ആ ഗുളിക ഒന്നും കഴിക്കണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടും ഉണ്ടാവും. അപ്പോ വൈറ്റമിൻ ടാബ്ലറ്റ് ഒക്കെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വൈറ്റമിൻ ടാബ്ലറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് കഴിച്ചോളാൻ വേണ്ടിട്ട് കൊടുക്കും. അപ്പൊ എന്താണ്, അത് അവർക്ക് അതില്ലാന്നുണ്ടെങ്കിൽ അവരുടെ എന്തോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ ആ ഗുളിക കഴിക്കാണ്ടാണ് എന്നുള്ള ഒരു തോട്ട് കൂടുതലും നല്ല ഉള്ള ആളുകളില് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മള് തീവ്രമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചു, അപ്പൊ നമ്മൾ എന്താണ് അതിലൊരു ഡൗട്ടും ഇല്ലാണ്ട് നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുകയും അതെന്തായാലും വേണം എന്നുള്ളത് നമ്മൾ എന്താണ് നമ്മ കൂടുതൽ അതെന്തായാലും വേണം, അത് മാത്രമേ ഉള്ളൂ നമ്മൾ. അപ്പോ നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ മൊത്തം നമ്മൾ തന്നെ കണ്ടുപിടിക്കും. ഏതൊക്കെ എന്തൊക്കെ അല്ലേ ആ സ്ഥാനത്ത് അത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിലായിരിക്കും നമ്മളത് ആ രീതിയിൽ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അത് വേണം എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് പല പല ചിന്തകളായിരിക്കും. അത് പറയുമല്ലോ, അതിപ്പോ നമ്മൾ പറയുമല്ലോ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ് നമുക്ക് സമ്പന്നനാവണം, ഇങ്ങനെ ആവണം. പക്ഷെ നമ്മളത് ആഗ്രഹിക്കുന്ന സമയത്ത് മനസ്സിലൊരു തോട്ട് വരും, ഇപ്പം അതെങ്ങനെ, അത് നെഗറ്റീവാണ്. കാരണം നമ്മൾ പോസിറ്റീവ് അങ്ങനെ ചെയ്യരുത് എന്ന് പറയും. കാരണം പോസിറ്റീവായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞു, ഞാൻ സമ്പന്നനായി കഴിഞ്ഞു എന്ന് ചിന്തിക്കരുതെന്ന് പറയും. കാരണം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ മനസ്സിലൊരു ചിന്ത വരും, അതിന് കടമൊക്കെ കിടക്കുകയില്ല, എവിടെയായി സമ്പന്നൻ എന്നൊക്കെ മനസ്സിൽ നിന്നൊരു തോട്ട് വരും. അപ്പം നമ്മളാവും സമ്പന്നനാവണം ചിന്തിക്കും. പക്ഷെ നെഗറ്റീവ് തോട്ട് മനസ്സിൽ വരാൻ പാടില്ല എന്ന് പറയും. പക്ഷെ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആയി കഴിഞ്ഞതായി തന്നെ ചെയ്യണം. അതെ, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് അതിനു വേണ്ടി വർക്ക്ഔട്ടും ചെയ്യുക, അതാണ് മെയിൻ കാര്യം. നമ്മൾ ഒരു കാര്യമല്ല. അപ്പൊ നമ്മൾ അതിന് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ മുന്നിലേക്ക് പറഞ്ഞ വഴികളൊക്കെ വരും. അത് കറക്റ്റ് ടൈമിൽ വേണം. അത് ചിലപ്പോ ഒരു അവസരം നമ്മളുടെ മുന്നിൽ വന്നിട്ട് നമ്മൾ അത് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പോ നമ്മളത് ാണ് ഈ പറഞ്ഞതൊക്കെ നമ്മളിലേക്ക് വരുന്നതും നമ്മളതായി തീരുന്നതും. അതാണ് ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ വർക്ക്ഔട്ടും എഫേർട്ടും ആണ്. കൺസിസ്റ്റന്റ് ആക്ഷൻ മസ്റ്റ് ആണ് അതില്. അതെ, താങ്ക് യു സാർ. നല്ലൊരു നല്ലൊരു റിവ്യൂ. ഈ പറയുന്നതെല്ലാം ഒരു പറഞ്ഞോളൂ സാർ, അബ്ദുൽ സാർ പറഞ്ഞോളൂ. അല്ല, സജന മാം എന്ത് പറയുന്നുണ്ട്? സജന മാം പറയുകയാണോ എന്തെങ്കിലും? ഞാനിപ്പം കേട്ടിട്ടുള്ളത് ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ, ഇപ്പൊ നേരത്തെ മാം പറഞ്ഞ പെസിഡോ എന്തുവായിരുന്നു ആ എഫക്റ്റ് ഒക്കെ സ്യൂഡോ സയൻസ് എന്നാണ്. ഇതിന് സയന്റിഫിക് ആയിട്ടുള്ള ഒരു ബാക്കിംഗ് ഒന്നുമില്ല, പക്ഷെ ചില ആളുകൾക്ക് ഇത് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു സെനാരിയോ എടുത്താൽ ഇപ്പം ഈ ഹോമിയോ സ്യൂഡോ സയൻസ് ആണെന്നാണ് എല്ലാവരും പറയുക. നമ്മൾ ഈ ചെറിയ കുട്ടികളെ ഹോമിയോ ഡോക്ടറെ പല രാജ്യങ്ങളിൽ നിരോധിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു കുട്ടിക്ക് ഒരു അസുഖം വന്നു, ഒരു കുട്ടി ഹോമിയോ ഡോക്ടറെ കാണിച്ചു, കുട്ടിക്ക് മാറി. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും വിശ്വസിക്കുക അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ്. പക്ഷെ അത് എല്ലാവരിലും വർക്ക് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെയാണ് ചില ആളുകൾക്ക് ഇത് വർക്ക് ചെയ്യും. പക്ഷെ എന്ന് വിചാരിച്ച് നമ്മള് ഒരു സ്റ്റഡി നടത്തിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ ഇത് ഇപ്പം 100 പേര് ഉപയോഗിച്ചതിൽ എത്ര പേർക്ക് വർക്ക് ചെയ്തു എന്നുള്ളത്. പിന്നെ നേരത്തെ മാം പറഞ്ഞ ഈ സീക്രട്ട് എന്ന് പറയുന്ന ബുക്കിന് ഒരുപാട് ക്രിറ്റിസിസം ഉണ്ട്. സജന മാം പറഞ്ഞ ഒരെണ്ണം ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ പറയാം. എന്താണ് നമ്മള് ഈ പ്രത്യേകിച്ചും ഈ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആളുകൾ പറയുന്നത് നമ്മൾ സമ്പന്നരാവാത്തത് നമ്മുടെ മാത്രം കുറ്റമാണ് എന്നാണ്, നമ്മുടെ ചിന്താഗതിയുടെ പ്രശ്നമാണെന്നാണ്. പക്ഷെ സത്യത്തിൽ അങ്ങനെയാണോ? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. എനിക്കൊരു
എനിക്കൊരു സിനിമ നടനാവണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് തീവ്രമായിട്ട് ആഗ്രഹമുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു സിനിമാ നടനാവുന്നതും സിനിമയിൽ അഭിനയിക്കുന്നത്, ഒരു ഹീറോ ആവുന്നത്, മൂവീസൊക്കെ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ദുൽഖർ സൽമാന് കിട്ടുന്ന അത്രയും വിസിബിലിറ്റിയോ അല്ലെങ്കിൽ അത്രയും ചാൻസ് എനിക്ക് കിട്ടുമോ? ഇല്ല. അപ്പോൾ എൻ്റെ അവസരങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി, എൻ്റെ സാഹചര്യങ്ങൾ, നമ്മുടെ കണക്ഷൻസ്, പരിചയങ്ങൾ. അപ്പം ഒരു വ്യക്തി സമ്പന്നനാവുക എന്ന് പറയുന്നത് ആളുടെ ചിന്തയുടെ മാത്രം പ്രശ്നമല്ല. അയാളുടെ സാഹചര്യം, അയാൾ വളർന്ന പല പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതുപോലെ ഒരുപാട് ക്രിറ്റിസിസം ഉണ്ട് ഈ ബുക്കിന്. പക്ഷെ ഇപ്പൊ നേരത്തെ പറയുമ്പോഴേ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളുടെ എന്താണ്, നമ്മളുടെ കഴിവ്. പറഞ്ഞ പോലെ സിനിമാ അതെ നടനാവണം, അതെ അതിനുള്ള കഴിവുണ്ടോന്ന് ആദ്യം നോക്കണം. നമുക്ക് അഭിനയിക്കാൻ അറിയൂല, എനിക്ക് സിനിമാ നടനാവണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല യൂണിവേഴ്സ് കൊണ്ടുതരിക. അവിടെ നമുക്ക് കഴിവുണ്ട്, നമ്മള് എവിടെ എത്തുന്നില്ല എന്നാണെന്നുണ്ടെങ്കിലായിരിക്കും അത് വർക്കൗട്ട്. അല്ലാണ്ട് നമ്മള് ഇപ്പോ ഞാൻ പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് കഴിവുണ്ട്. എനിക്ക് ദുൽഖർ സൽമാന്റെ അത്രയും തന്നെ അഭിനയിക്കാൻ അറിയാം. പക്ഷേ എന്നാൽ പോലും ദുൽഖർ സൽമാന് കിട്ടുന്ന അവസരങ്ങൾ എനിക്ക് കിട്ടില്ല. ബിക്കോസ് ദുൽഖർ സൽമാൻ മമ്മൂട്ടിയുടെ മകനാണ്, ഞാൻ അങ്ങനെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ എടുക്കുക. നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു, അപ്പൊ അത് വർക്ക് ചെയ്യും. അത് വർക്ക് ചെയ്യുന്നുള്ളത് തന്നെയാണ് സത്യം. അല്ലാതെ നമ്മൾ ചിന്തിക്കാതെ, നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കാതെ, നമ്മൾ എഫേർട്ട് ഇടാതെ ഒന്നും നമുക്ക് കിട്ടില്ല. പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്, ഇപ്പൊ സാറ് പറഞ്ഞത് തന്നെയാണ്. നമ്മള് നന്നായിട്ട് ചിന്തിക്കുക, നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക. പിന്നെ ഈ പറയുന്ന പോലെ എപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും നമുക്ക് എഫേർട്ട് ഇടാനുള്ള ഒരു മെന്റാലിറ്റി വരില്ല. പോസിറ്റീവ് ആണെങ്കിൽ അത് തനിയെ വരും, നമുക്ക് എഫേർട്ട് ഇടാനുള്ള ഒരു മെന്റാലിറ്റി വരും, എഫേർട്ടും തനിയെ വരും എന്നുള്ളതാണ്. പറയൂ ഷെജില മാം, പറയൂ. സോറി. അല്ല, ഞാൻ അത് തന്നെ പറഞ്ഞത്. നമ്മളെ എഫേർട്ട് ഇടുന്ന സമയത്തെ, ഇപ്പോ നമ്മളെ മോർണിംഗ് സർക്കിള് ക്ലാസ് എടുക്കണം, അപ്പൊ ആഗ്രഹമുണ്ട്, പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ മാറി നിൽക്കുമ്പോ നമ്മളായി സ്റ്റെപ്പ് എടുത്താൽ മാത്രല്ലേ, നമ്മൾ അതിനാദ്യം സമ്മതിക്കണം, വില്ലിങ് ആവണം. അപ്പോഴാണ് നമുക്കതിന് ഇവിടെ എന്താണ് സ്ലോട്ട് ഉണ്ട്, നമുക്ക് എടുക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ നമ്മളെ തന്നെ സംഭരിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് അതിൽ വരാൻ പറ്റൂല. ആ സ്ഥാനത്ത് നമ്മൾ പേടിയില്ല, ചെയ്തു നോക്കാം, ഒത്തിരി ഇതായാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇതിൽ നമ്മൾ വന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അവിടെ ഒരു ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യത്തിലെങ്കിലും നമുക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യത്തിന്, ചെറിയ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ സ്റ്റെപ്പ് എടുത്തിട്ട് അത് സക്സസ് ആയാല് അപ്പൊ നമുക്കൊരു വിശ്വാസം വരും, നമ്മൾ ഇങ്ങനെ അതിനു വേണ്ടി ചെയ്യണം, അപ്പൊ അതാവും എന്നുള്ളത്. അപ്പോ നമ്മൾ വലിയൊരു ആഗ്രഹം ഇങ്ങനെ കൊണ്ട് നടന്നിട്ട് അതിലേക്കാണ് ഫോക്കസ് കൊടുക്കുന്നത്. അതിലേക്ക് പറഞ്ഞ പോലെ കുറേ സിറ്റുവേഷൻ ഉണ്ടാവും നമ്മുടെ മുന്നിൽ, നമ്മൾക്ക് ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോ അതില് നമ്മളെ ആഗ്രഹങ്ങൾ എല്ലാ ആഗ്രഹവും ഇതുപോലെ നടക്കണം എന്നില്ല നമ്മളതിൽ ആഗ്രഹിക്കുന്ന സമയത്ത്. അപ്പോ തടസ്സങ്ങൾ നമുക്ക് തന്നെ മാറ്റാനും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറെ സപ്പോർട്ടുകളൊക്കെ വേണ്ടി വരും. ഇതൊന്നും ഇല്ലാണ്ടാവുമ്പോൾ നേരത്തെ റൌഫ് പറഞ്ഞ പോലെ തന്നെ ചിലപ്പോ ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റാത്തതിന്റെ കാരണങ്ങൾ ചിലപ്പോ അതൊക്കെ ആയിരിക്കാം. ഹലോ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു കാര്യം ശരിക്കും ആഗ്രഹിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്താൽ നമ്മുടെ ബാക്കിയുള്ള സാഹചര്യങ്ങൾ, നമ്മളിടുന്ന എഫേർട്ട് നമ്മൾ കൂടുതലായിട്ട് ഇടുന്നതിനനുസരിച്ച് മറ്റു സാഹചര്യങ്ങളും നമുക്ക് എങ്ങനെയൊക്കെയോ അനുകൂലമായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ സയന്റിഫിക് വശം എന്താണെന്ന് അറിയില്ല. പക്ഷെ അതിനകത്ത് വേറെ കാര്യമുണ്ട്, ഇതിന് നേരെ തിരിച്ച് എല്ലാം ചെയ്തിട്ടും ഒന്നും അനുകൂലമാവാത്ത ആളുകളും ഉണ്ടാവും. നമുക്ക് ഈ പറയുന്ന പോലെ കൂടുതലായിട്ട് നമുക്ക് ഈ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ കാര്യങ്ങളെ മാത്രം ചിന്തിക്കാനോ അല്ലെങ്കിൽ കിട്ടാത്ത കാര്യങ്ങളെ മാത്രം ചിന്തിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്, അതുകൊണ്ടായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഇത് നല്ലൊരു കോൺസെപ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ചും സൈക്കോളജിക്കലി നോക്കുമ്പോൾ നമ്മുടെ എപ്പോഴും നമ്മളെ ഒരു അപ്പാക്കി നിർത്താനായിട്ട് സഹായിക്കുന്ന കോൺസെപ്റ്റ് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. ജെനുവിൻ ആയിട്ട് എന്താ പറയാ, സൈക്കോബയോളജിക്കലി മീൻസ് എന്നുവെച്ചാൽ സയന്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്ലേസിബോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് അറിയാനായിട്ടായിരിക്കാം മേ ബി. ഞാനെന്നെ ഡൗട്ടായിട്ട് ഇപ്പം ഗൂഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ ചെയ്തതാണ് കേട്ടോ അപ്പൊ ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ ഇല്ല, ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ അവർ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി, മാഡം കുറച്ച് കൂടുതൽ വായിച്ചിട്ടുണ്ട്, കൂടുതൽ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി.
പക്ഷെ ഞാനത് കൂടുതലായിട്ട് അങ്ങനെ അതില് പോയിട്ടില്ല. പ്ലേസിബോ ആക്ച്വലി എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ച അതായത് നമ്മുടെ ഈ പ്ലേസിബോ എഫക്റ്റ് ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ ഇസ് ദർ എനി ഇന്റർ കണക്ഷൻ എന്ന് ചോദിച്ചതായിരുന്നു. കാരണം ഇത് സയന്റിഫിക്കലി കാരണം വിശ്വാസങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ രണ്ടിപ്പം ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നുണ്ട്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത്, തീവ്രമായി വിശ്വസിക്കുന്നത്, അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും. പക്ഷെ റിയൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നതിനോടൊപ്പം നമ്മളത് ആക്ഷനും കൂടെ നടത്തണം, ആക്ഷൻ എടുക്കണം. കാരണം ഇപ്പൊ ഒരു ഡോക്ടർ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ദിവസവും നടക്കാൻ പോകണം, അങ്ങനെ കുറെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യണം, അപ്പോൾ നിങ്ങളുടെ അസുഖം കുറച്ചും കൂടെ കുറയും എന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്യണം. ഡോക്ടറെ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം, ആക്ഷനും കൂടെ എടുക്കണം. അപ്പോഴേ അതിനനുസരിച്ച് കുറയത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ആക്ഷൻ എടുക്കാതെ ഇത് കുറയും എന്നുള്ള വിശ്വാസം മാത്രം ഉണ്ടെങ്കിൽ അവനൊന്നും നടക്കത്തില്ല. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള ആക്ഷൻ, മറ്റു കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ബേസിക്കലി രണ്ട് കണക്റ്റഡ് ആണ് എന്റെ അഭിപ്രായത്തിൽ. ഇപ്പൊ മാഡം പറഞ്ഞത് വെച്ചിട്ടുള്ള പ്ലേസിബോ എഫക്റ്റും ഇത് നോക്കുമ്പോൾ കണക്റ്റഡ് ആണ്. ഇനിയിപ്പോ അത് ജെനുവിൻ ആണോ അല്ല, ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ വായിച്ചതായിരുന്നു. ജെന്യുവിൻ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ പറഞ്ഞ പോലെയാണ്. അത് കുറെ കാര്യങ്ങൾ നമുക്ക് സയന്റിഫിക്കലി അത് ഇതാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ജെന്യുവിൻ ആയിരിക്കും, അതിൽ ജെന്യുവിൻ ആണ് എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷൻ അതുപോലെ തന്നെയാണ്. എല്ലാം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കുറെ കാര്യങ്ങൾ സൈക്കോളജിക്കലി ശരിയാണ് അതിൽ പറയുന്നത്. ഇപ്പൊ പ്ലേസിബോ എഫക്റ്റിൽ അങ്ങനെ ആയിരിക്കണം. സൈക്കോളജിക്കലി കുറച്ച് കാര്യങ്ങൾ ശരിയായിരിക്കണം, പക്ഷെ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് സമ്മതിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല ശരിയാണെന്നുള്ളത്. അത് നമ്മളിപ്പം ഡോക്ടേഴ്സ് വേറെ ആൾക്കാരോട് പറഞ്ഞു വെച്ചപ്പോൾ അവർ തന്നെ സമ്മതിക്കത്തില്ല, അവർ തന്നെ പറയും ഇത് ശരിയല്ല എന്നുള്ള രീതിയിൽ. അത് നേരത്തെ അബ്ദുൽ സാറൊക്കെ പറഞ്ഞതുപോലെ ശരിയാണ്. ഇപ്പം പല അഭിപ്രായങ്ങളും ഉണ്ട്. തെറ്റാണെന്ന് പറയുന്നവരും കാണും, ശരിയാണെന്ന് പറയുന്നവരും കാണും. അപ്പൊ സൈക്കോളജിക്കലി എന്തൊക്കെ ശരിയാണ് എന്നുള്ളത് കുറെ കാര്യങ്ങൾ അതിൽ കാണും ഉറപ്പായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ കണക്റ്റഡ് ആയിരിക്കും, എന്തായാലും കണക്റ്റഡ് ആയിരിക്കും. താങ്ക് യു. ഞാൻ എങ്ങനെ ജെനുവിൻ ആണോ എന്നൂടെ ഒന്ന് ഗൂഗിളിൽ ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പം ഞാന് സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞത് ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയാണ് കേട്ടോ മാം. പ്ലാസിബോ എഫക്റ്റിനെ പറ്റി എനിക്ക് അറിയില്ല. പറഞ്ഞപ്പോഴേ ജസ്റ്റ് ഇപ്പൊ എനിക്ക് വായിച്ചാൽ എന്തെങ്കിലും എനിക്കെന്തോ വായിച്ചാൽ മിസ്റ്റേക്ക്, അപ്പൊ നോക്കിയപ്പോ അത് ഓക്കെയാണ്. 100% അല്ല, അത് ഓക്കെയാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് മൊത്തത്തിൽ പൂർണ്ണമായിട്ടും അത് സത്യമാണ് അല്ലെങ്കിൽ സയന്റിഫിക്കലി പ്രൂവൺ ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അത് രണ്ടും ലോ ഓഫ് അട്രാക്ഷൻ ആയാലും അങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചെറിയൊരു കാര്യം എടുത്തു നോക്കിയാലേ, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കി ചെയ്യുന്ന ആളുകൾക്ക് മെഡിറ്റേഷനും ബ്രീത്തിങ് എക്സസൈസും ഭയങ്കര എഫക്റ്റീവ് ആണെന്ന് പറയും. ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരാള് അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താവാനെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ രണ്ട് സൈഡ്, ഓരോരുത്തരുടെ മൈൻഡ് സെറ്റും. ഇതിപ്പോ ഇപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ വർക്ക് ആവണുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോ എന്റെ ഒരു കാര്യങ്ങളിൽ അത് ഓക്കെ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ വേറൊരാൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോ അവർക്ക് എന്തായാലും അത് പ്രൂവ്ഡ് ആയിട്ട് തോന്നൂല. കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഈ സീക്രട്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ തോട്ട്സിനെ ഇതാക്കി പറയുന്നത്. ആറ്റിറ്റ്യൂഡ് ഈസ് എവരിതിങ്ങിലെ തോട്ട്സും വരുന്നുണ്ട്, ആക്ഷൻസും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ ബുക്കിലായാലും അങ്ങനെയൊക്കെ ഖുർആന്, ബൈബിള്, വേദഗ്രന്ഥങ്ങളിൽ ഉള്ളൊക്കെ കുറെ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൽ പറയുന്നുണ്ട് കേട്ടോ. അല്ല, എല്ലാത്തിലും പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ, എല്ലാത്തിലും വരുന്നുണ്ട്. പിന്നെ ഈ പറയും പോലെ ഞാൻ പറഞ്ഞ പോലെ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റ് പ്രത്യേകമായിട്ട് ഇങ്ങനെ എടുത്തൊന്നും പറയുന്നില്ല. അവർ ഇത് പറയുന്ന അതേ കാര്യങ്ങൾ പലയിടത്തും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അത് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഓഡിയോസ് ഒക്കെ കേൾക്കുമ്പോൾ, മോട്ടിവേഷൻ ഓഡിയോസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ കേൾക്കാൻ പറ്റും. അതിലും ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇതില് ഇങ്ങനെയുള്ള കുറെ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്താണ് അവരൊക്കെ ഇതെല്ലാം പറയുന്നത്. എന്തായാലും ലിഫ്ന മാം അടുത്ത ടോപ്പിക് ഇതാവട്ടെ. ഏതാണ് ഞാനും കേട്ടിട്ടില്ല. ലിഫ്ന മാം അടുത്തൊരു ടോപ്പിക് അതായിട്ട് എടുത്തു, പ്ലേസിബോ എഫക്ട്. അതെ, എന്തായാലും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാലോ. അതെ, നമുക്ക് അറിയാലോ. അത് എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. മാമിന് അറിയാമെങ്കിൽ മാം അതൊരു ക്ലാസ് സെക്ഷൻ ആയിട്ട് എടുക്കൂ, നല്ലതാ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അതിനെ കുറിച്ച് പഠിക്കാം കൂടുതലായിട്ട്. ഞാൻ എന്തായാലും അതിനെ കുറിച്ച് നോക്കുന്നുണ്ട്, കാരണം മാം പറഞ്ഞതിന് ശേഷമാണ് ഞാനും ഇപ്പം അതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്.
ഇനി ആർക്കും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പറയില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. അതെ പറയാനില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമ്മളെ ഗ്രൂപ്പിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ഇന്ന് എന്നെ കേട്ടിരുന്ന ഇവിടെ ഇത് പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. താങ്ക് യു.